തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ വെട്ടിക്കാട് പള്ളി. വെട്ടിക്കാട് പള്ളി ചരിത്രപ്രസിദ്ധമായ ദേവാലയമാണ്. നമ്മുടെ തീർത്ഥാടനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ദേവാലയമാണ്. ഇവിടെ ക്രിസ്തുരാജൻ്റെ ഉത്സവമാണ് പ്രധാനമായിട്ടും ഇവിടെ കൊണ്ടാടുന്നത്. നവംബർ മാസത്തിലെ 3-ാമത്തെ ആഴ്ചയാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കാറ്. തീർത്ഥാടന കേന്ദ്രം ഏതാണ്ട് 500 വർഷങ്ങൾക്കിപ്പുറം ഉള്ള ഒരു ദേവാലയമാണ്. ഈ പുതിയ ദേവാലയം പണി കഴിപ്പിച്ചത് 10 വർഷം കൊണ്ടാണ്. 10 വർഷങ്ങൾക്ക് കൊണ്ട് പണി കഴിപ്പിച്ചത്. അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഈ പള്ളിക്കുണ്ട്. പല പല പ്രത്യേകതകൾ, കൊത്തുപണികളായാലും അങ്ങനെ ഓരോരോ പ്രത്യേകതകളും ഈ ദേവാലയത്തിന് കാണാൻ സാധിക്കും. ഞങ്ങൾ ദേവാലയത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഈ ദേവാലയത്തിനുള്ളിൽ കയറുമ്പോൾ വിശാലമായ വലിയൊരു ദേവാലയം. ഈ ദേവാലയത്തിനുള്ളിൽ സാധാരണ പള്ളികളിൽ കണ്ടുവരുന്നത് പോലെ കുരിശിൻ്റെ വഴി വെച്ചിട്ടില്ല. മറിച്ച് അതിന് പകരം ബൈബിളിലെ ഓരോരോ കാനായിലെ കല്യാണം, അങ്ങനെ ഓരോരോ പിക്ചറുകളാണ് ഈ പള്ളിയിലെ പല സൈഡുകളിലായിട്ടും വെച്ചിരിക്കുന്നത്. എങ്ങും കാണാത്തൊരു പ്രത്യേകതയാണ് പള്ളിയുടെ ചുറ്റുമല്ല മദ്ബഹായ്ക്ക് ചുറ്റും സുവിശേഷകർ, അതായത് 12 ശിഷ്യന്മാരാണ് ആ ദേവാലയത്തിൻ്റെ മദ്ബഹായ്ക്ക് നടുക്കായിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ വെട്ടുകാട് പള്ളിയിലേക്ക് ധാരാളം തീർത്ഥാടകർ അങ്ങനെയും എത്താറുണ്ട്. ലത്തീൻ സഭയുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് പള്ളി. ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതപ്പെട്ട ഒരു ദേവാലയമാണ് വെട്ടുകാട് പള്ളി. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ജപാലയമുണ്ടായിരുന്നെന്നും ഇവിടെ ക്രിസ്ത്യാനികളുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നതായും പാരമ്പരിക വിശ്വാസം ഉണ്ട്. ഇവിടെ 1942 ഇടവക അംഗമായ ഒരു ഫാദർ CM ഹിലാരിയുടെ ഓർമ്മയ്ക്കായിട്ട്, പൗരകത്യ സ്വീകരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ മാതാപിതാക്കൾ നൽകിയ ഒരു രൂപമാണ് ക്രിസ്തുരാജൻ്റെ രൂപം. അത് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വെഞ്ചരിച്ച് വെച്ചു. അതിനുശേഷം എല്ലാ വർഷവും ലത്തീൻ ആരാധനക്രമ പ്രകാരം 4ാമത്തെ ആഴ്ച അവിടെ ക്രിസ്തുരാജ പെരുന്നാൾ ഉത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ട് അവർ കൊണ്ടാടാറുണ്ട്. അതാണ് ഈ വെട്ടുകാട് പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന്. ഉത്സവം എന്ന് പറയുന്നത് പെരുന്നാൾ എന്ന് പറയുന്നത്. ഇത് കടലോട് ചേർന്ന് കിടക്കുന്ന ഒരു ദേവാലയമാണ്. കടലിൽ 10 വർഷം കൊണ്ട് പഴയ പള്ളിയിൽ വെള്ളം കയറാത്ത ഒരു സ്ഥലമായിരുന്നു വെട്ടുകാട് പള്ളി. ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് മുഴുവൻ വെള്ളം കയറിയിട്ടും ദേവാലയത്തിനുള്ളിലോട്ട് വെള്ളം കയറുവാനോ ദേവാലയത്തിൽ ഒരു നാശനഷ്ടം സംഭവിക്കുവാനോ സാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. കടലോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ തീരെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വെട്ടുകാട് പള്ളിയുടെ ഫ്രണ്ടിലത്തെ ആ ഒരു കടലിൻ്റെ അവിടെ ഇല്ല. കാരണം കടൽ ഒത്തിരി അകത്ത് കയറി. ഇപ്പോൾ കര കുറവാണ്, കരയ്ക്ക് പകരം കടലാണ് കൂടുതൽ. എന്തായാലും കുഞ്ഞു കുറേ അധികം സന്തോഷിച്ചു. കുറേ സമയം അവളവിടെ എൻജോയ് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കളിക്കാൻ. നല്ല തണുപ്പാണ് കേട്ടോ വെള്ളത്തിന്. നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം. കടലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ വിമാനത്താവളത്തിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ എത്താറുണ്ട്. എന്തായാലും ഈ ദേവാലയത്തിനെ പറ്റി കൂടുതൽ അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. ബൈ.